ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ഈശോ ആത്മാവിനാൽ നിറഞ്ഞ് ഗലീലിലേക്ക് മടങ്ങി അവന്റെ കീർത്തി ആ സമീപ പ്രദേശങ്ങളിൽ എങ്ങും വ്യാപിച്ചു എന്ന് വായിക്കുകയാണ്. ആത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരംഭിച്ച ഈശോയുടെ കീർത്തി ആ പരിസരങ്ങളിലെല്ലാം നിറഞ്ഞെന്ന് വായിക്കുകയാണ്. ആത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്റെ കീർത്തി ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്നു, സമീപ പ്രദേശങ്ങളിൽ എന്നും വ്യാപിക്കുന്നു. ജൂൺ 8 ഇന്ന് സഭയിൽ നമ്മുടെ സ്വന്തം വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് നേരുന്നു. ഈ വിശുദ്ധയെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, സുവിശേഷത്തിലെ ഈശോയെ പോലെ തന്നെ ആത്മാവിനാൽ നിറഞ്ഞ് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കുടുംബ പ്രേക്ഷിതത്വം തന്നെ ആരംഭിച്ച ഒരു വിശുദ്ധ. കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വിശുദ്ധ പ്രവർത്തിച്ചപ്പോൾ ഈശോയുടെ സൽകീർത്തി സമീപ പ്രദേശങ്ങളിൽ വ്യാപിച്ചതുപോലെ തന്നെ മറിയം ത്രേസ്യയുടെ കീർത്തിയും സമീപ പ്രദേശങ്ങളിൽ വ്യാപരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഒരു സന്യാസിനി സമൂഹം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ട് അനേകം കുടുംബങ്ങളിൽ കയറി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ആ വിശുദ്ധിക്ക് സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ വിശുദ്ധിയെ ഓർക്കുമ്പോൾ ഇന്ന് ഈ സുവിശേഷത്തിലെ ഈശോയുടെ കാര്യം വായിച്ചതുപോലെ തന്നെ ആത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കൊരു ആഗ്രഹമുണ്ട്. ആത്മാവിനാൽ നിറഞ്ഞ് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇത് വചനഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഇന്ന് വിശുദ്ധ മറിയം ത്രേസ്യയെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.